വെൽക്കം ടു എഡ്യൂനായ അക്കാഡമി. എഡ്യൂനായ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഗസറ്റ് ഡേറ്റ് 31/12/2024 പുതിയ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29/1/2025 കാറ്റഗറി നമ്പർ 573/2024 ആണ്. Applications are invited online only through one-time registration from qualified candidates for appointment in the under-mentioned post in Kerala Government Service. Before applying for the post, candidates should register as per the one-time registration scheme through the official website of the Kerala Public Service Commission. The candidate who have already registered can apply through their profile. ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത് ഓൺലൈനായിട്ടാണ്. വൺ ഡേ രജിസ്ട്രേഷൻ പ്രൊഫൈൽ മുഖേനയാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നത്. വൺ ഡേ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്തവർ വൺ ഡേ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം പ്രൊഫൈൽ മുഖേന ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡിപ്പാർട്ട്മെന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഗ്രൂപ്പ് 3 ലിഡി, സബ് ഗ്രൂപ്പ് എ സിവിൽ വിങ്. നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ. സ്കെയിൽ ഓഫ് പേ 55,200 to 1,15,300 scale of pay. Number of vacancies, anticipated vacancies. The rank list is prepared and published by the Commission in response to these call notifications. Shall remain in force for a minimum of 1 year and a maximum period of 3 years. ഗസറ്റ് ഡേറ്റ് 31/12/2024 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29/1/2025. കാറ്റഗറി നമ്പർ 573/2024. ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത് ഓൺലൈനായിട്ടാണ്. കേരള PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ മുഖേന ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്തവർ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് 3 ലിഡി, സബ് ഗ്രൂപ്പ് എ സിവിൽ വിങ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ സിവിൽ വിങ്ങിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നെയിം ഓഫ് പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നാണ്. സ്കെയിൽ ഓഫ് പേ സാലറി വരുന്നത് 55,200 മുതൽ 1,15,300 വരെയാണ് സ്കെയിൽ ഓഫ് പേ. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ വരുന്നതാണ്. മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഒക്കെ തന്നെ അതിന്റെ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ അതിലേക്കുള്ള വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ഒഴിവുകൾ കണക്കാക്കപ്പെട്ടില്ല. കൂടുതൽ ഒഴിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ്. ഏജ് ലിമിറ്റ് 18 to 36. Only candidate born between 2 January 1988 to 1 January 2006. Both the dates are included, are eligible to apply for the post. SEC and OBC candidates are eligible for usual relaxation. SEC get 5-year age relaxation and OBC get 3-year age relaxation.
മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് നേരിട്ടുള്ള നിയമനമാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 18-നും 36-നും ഇടയിലുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2/1/1988-നും 1/1/2006-നും ഇടയിൽ ജനിച്ചവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC/STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും പ്രായപരിധി ഇളവുണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻസ്: ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ എനി അതർ ക്വാളിഫൈഡ് റെക്കഗ്നൈസ്ഡ് as equivalent thereto, or associate membership of Institution of Engineers India in Civil Engineering AMIE കോഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയർ ഓർ എനി അതർ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആസ് ഇക്വലന്റ് thereto. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ BE സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ AMI കോഴ്സ് പാസ്സായവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. Mode of submitting applications. Candidate must register as per one-time registration with the official website of Kerala PSC before applying for the post. Candidates who have registered can apply by logging onto their profile using their user ID and password. Candidate must click on the Apply Now button of the respective post in the notification link. വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്തവർക്ക് അത് നടത്തിയ ശേഷം പ്രൊഫൈൽ മുഖേന അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയവർക്ക് യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് പ്രൊഫൈലിൽ കയറിയ ശേഷം അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ നോട്ടിഫിക്കേഷൻ്റെ നേരെയുള്ള അപ്ലൈ നൗ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പുതിയതായി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നവർ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ വേണം അപ്ലോഡ് ചെയ്യാൻ. അപ്പം സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ആപ്ലിക്കേഷൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഒന്നീ ഹാർഡ് കോപ്പിയോ അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പിയോ എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അത് മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ നിന്നും ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നതാണ്. If written or OMR or online test is conducted as part of this selection, candidate shall submit a confirmation for writing the examination through their one-time registration profile. Such candidates alone can generate and download the admission ticket prior to 15 days of the test. The applications of candidates who do not submit confirmation within the stipulated period will be rejected. Absolutely, the period regarding the submission of confirmation and the availability of admission tickets will be published in the examination calendar itself. Information in this regard will be given to the candidate in their profile and in mobile phone number registered. അതായത് ഈ റിട്ടൺ എക്സാമിനേഷൻ അല്ലെങ്കിൽ OMR അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് സെലക്ഷന് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ കാൻഡിഡേറ്റ്സ് കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലും വഴി എക്സാമിനേഷൻ എഴുതുന്നുള്ള കൺഫർമേഷൻ കൊടുക്കേണ്ടത്. കൺഫർമേഷൻ കൊടുത്തവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. കൺഫർമേഷൻ കൊടുക്കാത്തവരെ ഇതിൽ നിന്ന് സെലക്ഷനിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്.
കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റും കാര്യങ്ങളും എല്ലാം എക്സാമിനേഷൻ കലണ്ടർ പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ലഭ്യമാകുന്നതാണ്. ഒപ്പം കാൻഡിഡേറ്റ്സിൻ്റെ പ്രൊഫൈലിലും മൊബൈൽ നമ്പറിലേക്കും മെസ്സേജ് ലഭിക്കുന്നതാണ്. Candidates who have Aadhaar card should add Aadhaar card as ID proof in their profile. ആധാർ കാർഡിലുള്ളവർ ആധാർ കാർഡ് പ്രൊഫൈലിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്, ID പ്രൂഫായിട്ട് ആഡ് ചെയ്യേണ്ടതാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻസ് 29/1/2025 വെനസ്ഡേ അപ് ടു 12 midnight. ലാസ്റ്റ് ഡേറ്റ് വന്ന് 29/5/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെ ആയിരിക്കും. അവസാന ദിവസം വരെ നോക്കിയിരിക്കാതെ അതിന് മുമ്പായിട്ട് ആപ്ലിക്കേഷൻസ് സമർപ്പിക്കുക. നോട്ടിഫിക്കേഷൻ മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. കാറ്റഗറി നമ്പർ 573/2024 അപേക്ഷ സമർപ്പിക്കേണ്ട ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. കേരള PSCയുടെ വെബ്സൈറ്റിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രൊഫൈൽ മുഖേന അപേക്ഷ സമർപ്പിക്കുക. വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഗ്രൂപ്പ് 3 ലീഡേഴ്സ് സബ് ഗ്രൂപ്പ് A സിവിൽ വിങ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ശമ്പളം 55,200, 1,15,300. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ്. കൂടുതൽ ഒഴിവുണ്ടാകാൻ സാധ്യതയുള്ള തസ്തികയാണിത്. നിയമന രീതി നേരിട്ടുള്ള നിയമനം, പ്രായപരിധി 18-നും 36-നും ഇടയിലാണ്. ഇയറും ഒക്കെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദമാണ് യോഗ്യത പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ തത്തുല്യമായി അംഗീകരിച്ചിട്ടുള്ള മറ്റേതെങ്കിലും യോഗ്യത, അല്ലെങ്കിൽ AMIE എന്നുള്ള സിവിൽ എഞ്ചിനീയറിംഗുള്ള അസോസിയേറ്റ് മെമ്പർഷിപ്പ്. അപേക്ഷ സമർപ്പിക്കേണ്ട രീതിയൊക്കെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഭാവിയിലെ ഉപയോഗത്തിനായി വിദ്യാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പിയോ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ അവരുടെ പ്രൊഫൈലിൽ മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപേക്ഷ സംബന്ധമായി കമ്മീഷനുമായി നടത്തുന്ന കത്തിടപാടുകൾ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് കൂടി സമർപ്പിക്കേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എഴുത്ത് പരീക്ഷ അഥവാ OMR അഥവാ ഓൺലൈൻ പരീക്ഷ നടത്തുകയാണെങ്കിൽ പരീക്ഷ എഴുതുമെന്ന സ്ഥിരീകരണം അപേക്ഷകർ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി നൽകേണ്ടതാണ്. അപ്രകാരം സ്ഥിരീകരണം നൽകുന്നവർക്ക് മാത്രം അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം പരീക്ഷാ തീയതി വരെയുള്ള അവസാനത്തെ 15 ദിവസങ്ങളിൽ ലഭ്യമാകുന്നതാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ സ്ഥിരീകരണം നൽകാത്ത ഉദ്യോഗാർത്ഥികളെ അപേക്ഷിക്കുക നിരസിക്കുന്നതാണ്. സ്ഥിരീകരണം നൽകേണ്ടതായ കാലയളവ് സംബന്ധിച്ച തീയതികളെക്കുറിച്ചും അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്ന തീയതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട പരീക്ഷ ഉൾപ്പെടുന്ന പരീക്ഷാ കലണ്ടറിൽ പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. ഇത് സംബന്ധിച്ച അറിയിപ്പ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലും അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ നൽകുന്നതാണ്.
ആധാർ കാർഡുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായിട്ട് നൽകേണ്ടതാണ്. വിദ്യാർത്ഥികളുടെ പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വായിച്ചു നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 29/1/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെ. അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് kerala.psc.gov.in. ബിടെക് അഥവാ BE സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായവർക്ക് നല്ല അവസരമാണ്. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒഴിവാണിത്. Thanks for watching my videos. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. വീഡിയോസ് കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നവർക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ചെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. സംശയങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ചാനലും വീഡിയോസും ഷെയർ ചെയ്ത് കൊടുക്കുക. Thank you for watching my videos. Thank you for supporting us.